അഡ്വക്കേറ്റ് തൗഫീഖ്, ഇവിടെ ഉയർന്ന ഒരു ചോദ്യം, രാഹുലിനെ എന്തിനാണ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയത്? കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് നിർത്തിയത് എന്തിനാണ്? അപ്പോൾ വളരെ കൃത്യമായി നിങ്ങളുടെ മുന്നിൽ ധാരണയുണ്ട്, രാഹുൽ ഈ വിഷയത്തിൽ കുറ്റക്കാരനാണ്. പാർട്ടിക്ക് തന്നെ വളരെ കൃത്യമായി ധാരണയുള്ള ഒരു ആരോപണത്തിൻ്റെ പേരിലാണ്, ആ പ്രശ്നത്തിൻ്റെ പേരിലാണ് രാഹുലിനെ പുറത്താക്കിയത്. എന്നിട്ടും നിങ്ങൾ ഇത് രാഷ്ട്രീയ വേട്ടയാണ് എന്നൊക്കെ പറഞ്ഞാൽ അപഹാസ്യമല്ലേ ആ നിലപാട്? ഇവിടെ നോക്കൂ നീലിമ, ഇവിടെ BJPയുടെയും CPMന്റെയും പ്രതിനിധികൾ, വക്താക്കൾ, CPMന്റെ വക്താവല്ല, ഇടത് നിരീക്ഷകനടക്കം ചില അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി, ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. അതിൽ ഏറ്റവും ബഹുമാനപ്പെട്ട TP ജയചന്ദ്രൻ മാസ്റ്റർ, BJPയുടെ വക്താവ്, അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. ആദ്യം ചോദിച്ചത്, എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ സംഘടനാ നടപടി സ്വീകരിച്ചു? ഇതാണ് അദ്ദേഹം ആദ്യം ചോദിച്ച ചോദ്യം. ഞാൻ വളരെ ക്രിസ്റ്റൽ ക്ലിയറായി അതിന് മറുപടി പറയാം. ഒരു പൊതുപ്രവർത്തകന് ചേരാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുണ്ടായി എന്ന മാധ്യമ വാർത്തകൾ വന്നപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗം അദ്ദേഹം ക്ലാരിഫൈ ചെയ്താൽ, കോൺഗ്രസിനെയും പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്തിയാൽ അദ്ദേഹത്തെ തിരിച്ചെടുക്കും, ഇല്ലെങ്കിൽ ഞങ്ങളുടെ നടപടി സംബന്ധിച്ച് ഞങ്ങൾ പുനരാലോചന നടത്തും. അത് ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് അടക്കം പ്രതിപക്ഷ നേതാവ് അടക്കം വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഞാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു, ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച പ്രതിനിധികളടക്കം അക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പരാതി ഉണ്ടെങ്കിൽ പോലീസിലും കോടതിയെയും സമീപിക്കാം. ഇതുവരെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു യുവതിയും ഇതുവരെ പോലീസിലോ ബഹുമാനപ്പെട്ട നീതിന്യായ വ്യവസ്ഥയിലോ അത്തരത്തിലൊരു പരാതി നൽകിയിട്ടില്ല. ഞാൻ വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെ ഈ ചർച്ചയിൽ പറയുന്നു, അങ്ങനെ ആരെങ്കിലും അത്തരത്തിൽ ഒരു പരാതി നൽകിയാൽ ആ പരാതിയിൽ വാസ്തവമുണ്ട് എന്ന് പാർട്ടി നേതൃത്വത്തിന് ബോധ്യപ്പെട്ടാൽ ആ പരാതിക്കാരിയോടൊപ്പം പാർട്ടി നേതൃത്വം നിലപാടെടുക്കും. അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ചില വകുപ്പ് ഉപയോഗിച്ച്, അതായത് CRPC പരാതി നൽകില്ല രാഹുലിനെതിരെ എന്നതിൽ എന്തെങ്കിലും ഉറപ്പുണ്ടോ താങ്കൾക്ക്? ഇവിടെ നോക്കൂ, ഞാൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞല്ലോ, അങ്ങനെ ആരെങ്കിലും പരാതി നൽകിയാൽ ആ പരാതിക്കാർക്കൊപ്പം, ആ പരാതിയിൽ അടിസ്ഥാനമുണ്ടെങ്കിൽ ആ പരാതിക്കാർക്കൊപ്പം നിൽക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നു. അപ്പോൾ ആരെങ്കിലും പരാതി നൽകുമെന്ന് ഉറപ്പുണ്ടോ ഉറപ്പില്ലയോ എന്നുള്ള ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളതെന്ന് അങ്ങ് തന്നെ വ്യക്തമാക്കണം. അതിൻ്റെ അപ്പുറത്തേക്ക് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച TP ജയചന്ദ്രൻ മാസ്റ്റർ, അദ്ദേഹം CRPC 154 കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ CRPC നിലവിലില്ല, അദ്ദേഹത്തിൻ്റെ സർക്കാർ തന്നെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSS ആണ് ഇപ്പോൾ നിലവിലുള്ളത്. അതനുസരിച്ചാണെങ്കിൽ സെക്ഷൻ 173 ആണ്. അങ്ങനെയാണെങ്കിൽ ആ സെക്ഷൻ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഒരു പെൺകുട്ടി വ്യക്തമാക്കിയാൽ, ഒരു പെൺകുട്ടി പരാതി നൽകിയാൽ ഇൻഫർമേഷൻ റിലേഷൻ ടു കോഗ്നിസിബിൾ ഒഫൻസ്, അങ്ങനെയാണ് പറയുന്നത്. കോഗ്നിസിബിൾ ഒഫൻസ് അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് ഞങ്ങൾ ആരോപണം ഉന്നയിക്കുന്നത്, ഞങ്ങളുടെ പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് എന്ന് എവിടെയെങ്കിലും നീതിന്യായ വ്യവസ്ഥയിലോ പോലീസിലോ അങ്ങനെ ആരെങ്കിലും ബോധിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് പ്രസക്തമായ ചോദ്യമായി നിൽക്കുന്നു. അത് രണ്ടാമത്തെ കാര്യം. പിന്നെ പ്രതിപക്ഷ നേതാവ് രോഷാകുലനായി, പ്രതിപക്ഷ നേതാവ് ശരീരഭാഷ ഏതാണ്ട് വല്ലാത്ത രീതിയിൽ പ്രകോപിതനായാണ് സംസാരിച്ചത്, ഇന്നലെ വിരൽ ചൂണ്ടിയാണ് സംസാരിച്ചത് എന്നതടക്കം പറഞ്ഞു. ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി സംസാരിക്കുന്ന ഭാഷയെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു പരാതിയും പരിഭവവും ഇല്ലേ എന്ന് ചോദിച്ചു പോവുകയാണ്. BJP CPM ഒക്കെ CJP സഖ്യമാണ് എന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുതൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്, കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതേ ടോണിൽ തന്നെയാണ് അദ്ദേഹം ഇവിടെയും സംസാരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഒരു രോഷാകുലനുമായിട്ടില്ല. അദ്ദേഹം വളരെ കൃത്യമായി ആർജവത്തോടു കൂടിയാണ് നിലപാടെടുത്തിട്ടുള്ളത്. ആ നിലപാടിൽ തന്നെ അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇനി അപ്പുറത്തേക്ക് വനിതാ MLA മാരടക്കം ഉന്നയിച്ച കാര്യങ്ങളെക്കുറിച്ചടക്കം അദ്ദേഹം സൂചിപ്പിച്ചു. എല്ലാ തലങ്ങളും പരിശോധിച്ച് വനിതാ MLA മാരടക്കമുള്ള കോൺഗ്രസിൻ്റെ ബഹുമാനരായിട്ടുള്ള നേതാക്കന്മാരുടെ എല്ലാം അഭിപ്രായം പരിഗണിച്ച് ഒറ്റക്കെട്ടായിട്ടാണ് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിനെതിരെ പരാതി ഉയർന്നപ്പോൾ, മാധ്യമ വാർത്തകൾ വന്നപ്പോൾ, പരാതിയല്ല ഇത്തരത്തിൽ മാധ്യമ വാർത്തകൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും കൂടിയാലോചിച്ചുകൊണ്ട് പാർട്ടി നേതൃത്വം അനുയോജ്യമായ തീരുമാനം, ഒരു ചരിത്രപരമായ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ഇനി ഇടത് നിരീക്ഷകനിലേക്ക് ബഹുമാനപ്പെട്ട ജലീൽ പുനലൂരിലേക്ക് വന്നാൽ, ശ്രീ ജലീൽ പുനലൂർ വൈകാരികമായിട്ടാണ്, ആരാണ് ഇവിടെ ഇര? സ്വാഭാവികമായിട്ടും അങ്ങേക്ക് അറിയാമല്ലോ, അങ്ങയുടെ സർക്കാർ, അതായത് മുഖ്യമന്ത്രിയുടെ പേര് ഇവിടെ ഉമ്മൻചാണ്ടി എന്നല്ല, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയുടെ പേര് രമേശ് ചെന്നിത്തല എന്നല്ല, ഇവിടെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്.
സ്വാഭാവികമായിട്ടും അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ ആരെങ്കിലും ആരോപണം ഉന്നയിക്കാൻ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് രേഖാമൂലം ഇത്തരത്തിലൊരു പരാതി നൽകാൻ തയ്യാറാകണം. ഞാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു, അങ്ങേക്ക് ഒരു സംശയം വേണ്ട. ഇത്തരത്തിൽ ആർക്കെങ്കിലും ആരെങ്കിലും പരാതി നൽകിയാൽ ആ പരാതിയിൽ വാസ്തവമുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ, ഇവിടെ അങ്ങടക്കം എനിക്ക് മുൻപ് സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ക്രൈംബ്രാഞ്ചാണ് രാഹുലിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യവുമില്ലാതെ ക്രൈംബ്രാഞ്ച് കേസെടുക്കും എന്ന് താങ്കൾക്ക് കരുതാൻ കഴിയുമോ? വളരെ കൃത്യമായി മനസ്സിലാക്കുന്നത് ഈ ഇരകളുമായി പോലീസ് കൃത്യമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഫോണിലൂടെ സമ്മതം നൽകിയാലും മതി. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഒരു വിഷയമാകുമ്പോൾ അവർക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ വന്നു നിന്ന് ഇത്തരം പരാതികൾ ഉന്നയിക്കുന്നതിൽ, അവർ ഈ സമൂഹത്തിൽ തിരിച്ചറിയപ്പെടുന്നതിൽ സ്വാഭാവികമായും പ്രശ്നങ്ങളുണ്ട്. അതിൽ വളരെ കൃത്യമായ പരിരക്ഷ നമ്മുടെ നിയമ സംവിധാനം പെൺകുട്ടികൾക്ക് നൽകുന്ന സാഹചര്യം കൂടിയുണ്ട്. അങ്ങ് വി ഡി സതീശൻ്റെ കാര്യം പറഞ്ഞു, ഈ ഹൃദയവേദനയുടെ കാര്യമൊക്കെ പറഞ്ഞു. വി ഡി സതീശൻ പറയുകയാണ്, അങ്ങേയറ്റത്തെ ഹൃദയവേദനയോടെയാണ് ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുലിനെ പുറത്താക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. ഞങ്ങളെന്നല്ല, അങ്ങനെ ഒരു തീരുമാനം എനിക്ക് എടുക്കേണ്ടി വന്നതിൽ വലിയ ഹൃദയവേദന. പക്ഷേ പീഡനത്തിനിരയായി പറഞ്ഞു പറ്റിച്ച് ഗർഭവതിയാക്കി നിർബന്ധിത ഗർഭചിത്രത്തിന് വിധേയമാക്കി മാനസിക നില തെറ്റിയ ഒരു പെൺകുട്ടിയോടില്ലാത്ത എന്ത് കരുണയാണ് പ്രതിപക്ഷ നേതാവിന് വി ഡി സതീശന് രാഹുലിനോടുള്ളത്? ഈ പറഞ്ഞതിൽ കൂടുതൽ ഒരു മറുപടി ആ വിഷയത്തിൽ സത്യം പറഞ്ഞാൽ അർഹിക്കുന്നില്ല. എങ്കിലും ഞാൻ ആവർത്തിക്കുന്നു, വളരെ കൃത്യമായി തന്നെ ഇവിടെ ആർക്കും വലിയ കരുണയോ പ്രതിബദ്ധതയോ പുലർത്തേണ്ട കാര്യമില്ല ഈ വിഷയത്തിൽ. കൃത്യമായിട്ടുള്ള ഒരു നിലപാട്, പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ട ഒരു നിലപാട്, അങ്ങേക്ക് ചോദ്യമെങ്കിൽ ചോദിക്കാം. അങ്ങയുടെ ചോദ്യം പൂർണ്ണമായും കഴിഞ്ഞ ശേഷം ഞാൻ മറുപടി പറയാം. അങ്ങേക്ക് ചോദിക്കാം. അല്ല, ഈ സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ശ്രീ തൗഫീഖ്. എനിക്ക് തോന്നുന്നു തൗഫീഖ് മാത്രമാണ് ഇങ്ങനെ രാഹുലിനെ നിരന്തരം ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് നിലപാടെടുക്കുന്നത് ചാനൽ ചർച്ചകളിൽ. സ്വാഭാവികമായും ഒരു ചർച്ചയിലും വന്നിരിക്കുന്ന ആളുകൾക്ക് പോലും വളരെ കൃത്യമായി രാഹുലിനെയൊന്നും അങ്ങനെ അത്ര കണ്ട് ഇത്തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. താങ്കൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ ആരെയും സംരക്ഷിച്ച് കോൺഗ്രസിന്റെ യഥാർത്ഥ ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? തൗഫീഖ്, എനിക്ക് അങ്ങയോട് തർക്കിക്കാൻ തന്നെ പറ്റൂ ഈ ഘട്ടത്തിൽ. കാരണം കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടിനൊപ്പമല്ല താങ്കളുടെ നിലപാട്. വളരെ കൃത്യമായി സണ്ണി ജോസഫ് അടക്കം പറഞ്ഞു. താങ്കൾക്ക് ഇതിൽ മറുപടിയില്ല എന്നാണ് ഈ ഘട്ടത്തിൽ അനുമാനിക്കേണ്ടത്. അവസരം തരാതെ ഞാൻ ഏതാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. അനാവശ്യമായി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടില്ല. ചാനൽ ചർച്ചകളിൽ അടക്കം പാർട്ടി എടുത്തിട്ടുള്ള നിലപാടോടൊപ്പം തന്നെയാണ് ഞാൻ വളരെ തുടക്കത്തിൽ തന്നെ അങ്ങയോട് പറഞ്ഞു, പാർട്ടി എന്തുകൊണ്ട് നിലപാട് സ്വീകരിച്ചു, പാർട്ടി എന്തുകൊണ്ട് നിലപാടെടുത്തു. എൻ്റെ KPCC പ്രസിഡന്റ്, എൻ്റെ പ്രതിപക്ഷ നേതാവ്, എൻ്റെ ബഹുമാനരായിട്ടുള്ള നേതാക്കൾ, ആ നേതാക്കൾ എടുത്ത നിലപാട് തന്നെയാണ് മുൻ ചർച്ചകളിലും ഞാൻ ആവർത്തിച്ചിട്ടുള്ളത്, ഇപ്പോഴുള്ള ഈ ചർച്ചയിലും ആവർത്തിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഞാൻ അങ്ങയോട് വളരെ കൃത്യമായി പറഞ്ഞു, ഒരു പൊതുപ്രവർത്തകന് ചേരാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടായി എന്ന മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത്. ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കം ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് അടക്കം വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. ഇനി രാജി സംബന്ധിച്ച് കേസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിന് ബഹുമാനപ്പെട്ട KPCC നേതൃത്വം, ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അതിന് കൃത്യതയോട് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്റെ അവസരമാണ്. ഇതൊട്ടും ജനാധിപത്യ മര്യാദയല്ല. ജയചന്ദ്രൻ മാസ്റ്റർ ഒരേ ഒരു കാര്യം ജയചന്ദ്രൻ മാസ്റ്റർ എനിക്ക് പറയാൻ ഒരു മിനിറ്റ് അങ്ങ് അനുവദിക്കണം. അതിനുശേഷം അങ്ങേക്ക് മറുപടിയാണ്. ദയവായി ഒരു മിനിറ്റ് അനുവദിക്കണം. ഇവിടെ C. കൃഷ്ണകുമാർ വിഷയത്തിന്റെ കാര്യത്തിൽ എന്താണ്? C. കൃഷ്ണകുമാർ വിഷയത്തിന്റെ കാര്യത്തിൽ ഏതാണ്ട് കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു എന്ന് പറയുന്നു. കോടതി ഏത് കേസിലാണ് വെറുതെ വിട്ടിട്ടുള്ളത്? അതിജീവിതയും കൃഷ്ണകുമാറും പരസ്പരം നൽകിയിട്ടുള്ള ആക്രമണ കേസ്, ആ കേസിൽ വെറുതെ വിട്ടിട്ടുണ്ട്. ഇനി സിവിൽ കേസ്, ആ സിവിൽ കേസ് ഇപ്പോഴും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അപ്പീൽ നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് കൃഷ്ണകുമാറിന്റെ നിരപരാധിത്വം എവിടെയും തെളിഞ്ഞിട്ടില്ല. മാത്രമല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കൃഷ്ണകുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ നിർദ്ദേശിച്ച് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒന്ന്,
കൃഷ്ണകുമാറിന്റെ ആക്രമണത്തിൽ പരിക്കു പറ്റിയ അതിജീവിതയുടെ ചികിത്സയ്ക്ക് കേന്ദ്രമന്ത്രി മറുപടി 1 ലക്ഷം രൂപ എന്തിനു വേണ്ടി അതിജീവിതയുമായി നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് ഇത് സംബന്ധിച്ച് ശ്രീമതി ശോഭ സുരേന്ദ്രൻ ഇത് സംബന്ധിച്ച് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് ഇത് സംബന്ധിച്ച് വാസ്തവങ്ങൾ അറിയാം. RSSന്റെ പ്രാന്ത കാര്യവാഹമായിരുന്ന ഗോപാലൻകുട്ടി മാസ്റ്റർ, അതുപോലെ BJPയുടെ സംഘടനാ സെക്രട്ടറി ആയിരുന്ന RSSന്റെ പാലക്കാട് വിഭാഗം അദ്ദേഹം ഏതാണ്ട് ഇനി ഇതിനപ്പുറത്തേക്ക് ഇവിടെ പ്രൊട്ടക്ട് കേരള ഭൂഷണായ കൃഷ്ണകുമാറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. അത് മ്യൂട്ട് ചെയ്യില്ലല്ലോ. അങ്ങനെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിരന്തരമായി ഇടപെടൽ നടത്തുന്നു. അതിനപ്പുറത്തേക്ക് BJP പ്രതിനിധി CPM പ്രതിനിധി സംസാരിക്കുമ്പോൾ ഇടപെടുന്നില്ല. അത് മാത്രം ചൂണ്ടിക്കാണിച്ചു എന്നുള്ളേ ഉള്ളൂ.